ഇതാരാ? അത് സഞ്ജു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സഞ്ജു ഏട്ടാ. ഡാഡി നിന്നോട് സംസാരിച്ചോ? സംസാരിച്ചു. സോറി മോളെ. ഡാഡി നിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് എതിർത്ത് നോക്കി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു വരെ പറഞ്ഞു. പക്ഷേ അപ്പോ ഡാഡി നിന്നെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിസ്സഹായനായി മോളെ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. സാരമില്ല സഞ്ജു ഏട്ടാ. ഗോപാൽജി പറഞ്ഞത് ശരിയല്ലേ? എനിക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? അദ്ദേഹത്തെ എതിർക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അല്ല, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് വില കൊടുത്തും നമ്മൾ ഒരുമിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഡാഡിയോട് വഴക്കിടാൻ പോലും തയ്യാറാ. അതൊന്നും വേണ്ട സഞ്ജു ഏട്ടാ. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഗോപാൽജിക്ക് ആ കുടുംബത്തോടും എനിക്ക് എന്റെ കുടുംബത്തോടും ഒരുപാട് കടപ്പാടുണ്ട്. അദ്ദേഹം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ വെച്ച് നിർത്താം സഞ്ജു ഏട്ടാ. നിനക്കെന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എനിക്ക് സഞ്ജു ഏട്ടന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ സാഹചര്യം നമ്മൾ ഒരിക്കലും ഒന്നിക്കാൻ സമ്മതിക്കില്ല. അടുത്ത ജന്മത്തിലെങ്കിലും സഞ്ജുവേട്ടന്റെ ഭാര്യയാവാൻ ഭാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ദേ അമ്മ വരുന്നുണ്ട്, ഞാൻ വയ്ക്കുവാണേ. ഹലോ സ്വപ്നെ. ഹലോ. എന്തൊരു അഭിനയായിരുന്നടി. ആളുകളെ പറ്റിക്കാൻ നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ചെറുക്കൻ ശരിക്കും നിന്റെ പ്രേമത്തിൽ വീണുപോയിന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേണ്ടി അവന് വീട് വിട്ട് ഇറങ്ങുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്റെ ലക്ഷ്യം നടക്കില്ലല്ലോ. സഞ്ജുവിന്റെ ഭാര്യയാവാനല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, ഗോപാൽജിയുടെ മരുമകളാവാനാ. അവന്റെ കാശ് സ്വാധീനമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവനെ പ്രേമിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? ഗോപാൽജി ഒരിക്കലും നിങ്ങളുടെ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല അമ്മ. ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്നത് സഞ്ജുവിനെ കൊണ്ട് ആത്മാർത്ഥമായി പ്രേമിക്കാൻ പറ്റില്ല എന്നല്ലേ? ആ ചിന്ത ഇപ്പം മാറിയില്ലേ? ഗോപാൽജിയെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴികളെല്ലാം എനിക്കറിയാം. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കുന്നുണ്ട്. നീ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ പേടിയാവുന്നു മോളെ. നീ എതിർക്കാൻ പോകുന്നത് ഗോപാൽജിയാ. ജയിക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും. ഞാനും ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും അമ്മേ. അയാളിപ്പോ എന്നെ കാണുന്നതേ ഒരു മണ്ടി പെണ്ണായിട്ടാ. അത് തന്നെ എനിക്കും വേണ്ടത്. ഞാനൊരിക്കലും ഗോപാൽജിയെ എതിർക്കില്ല. ഞാൻ നടത്തുന്ന ഓരോ നീക്കവും അയാൾ അറിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ അയാളുടെ മകനെ സ്വന്തമാക്കും. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ സഞ്ജുവിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് കൊണ്ട് അമ്മ നമ്മളെ പോലുള്ള സാധാരണക്കാര് ജീവിതത്തിൽ മുന്നോട്ട് വരാത്തത്. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിലേ റിസ്ക് എടുക്കണം. എനിക്കതിനുള്ള ചങ്കൂറ്റമുണ്ട്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും സാരമില്ല, നിരുത്സാഹപ്പെടുത്തരുത്. എന്താടാ വല്ലാതിരിക്കുന്നേ? ചാച്ചു എന്നോട് മിണ്ടരുത്. ചാച്ചു കാരണമാ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഡാഡിയോട് ഞാനും സ്വപ്നയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത് ചാച്ചു അല്ലേ? അതെ, എനിക്കറിയാം. ഡാഡി എന്നോട് അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ പറഞ്ഞു. സ്വപ്നയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ചാച്ചുന് സന്തോഷമായോ? ആ സന്തോഷായി. നീ എന്തിനാടാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്?
സ്വപ്നയോട് നിനക്ക് ആത്മാർത്ഥ പ്രേമൊന്നും ആയിരുന്നില്ലല്ലോ. അവള് പോയ വേറൊരുത്തി, അങ്ങനെ ചിന്തിച്ച പോരെ? എന്തു പറ്റിയില്ല? അതിന് സാധിക്കുന്നില്ലേ? ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഗോപാലേട്ടനോടെല്ലാം പറഞ്ഞത്. നീയും അവളും തമ്മിലുള്ള ബന്ധം നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ഡാ, ഇനിയാണെങ്കിലും അവളെ നിന്നെ പരമാവധി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. നീ വഴുതി വീഴരുത്. അങ്ങനെയൊന്നുമില്ല. ഡാഡി എതിർക്കരുതെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മറക്കുന്നതാ നല്ലതെന്നാ അവള് പറയുന്നത്. അവള് കാരണം എനിക്കൊരു നഷ്ടം ഉണ്ടാവരുതെന്നാ അവളുടെ ആഗ്രഹം. ഓ പിന്നെ ഗോപാലേട്ടൻ അവളെ അങ്ങ് ശരിക്കും പേടിപ്പിച്ചു കാണും. എടാ, അവക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഇല്ല. പിന്നെ ആർക്കാ എന്നോട് ആത്മാർത്ഥ സ്നേഹമുള്ളത്? ചാച്ചുവിനോ, ഡാഡിക്കോ, അതോ ശാലിനിക്കോ? ചാച്ചുവും ശാലിനിയും എത്ര തവണ എന്നെ ചതിച്ചിട്ടുണ്ട്. ഡാഡി പോലും എന്നേക്കാൾ ബുദ്ധി ശാലിനിക്കാണെന്ന് പറഞ്ഞ് അവളെ തലകേറ്റി വെച്ചിരിക്കല്ലേ. നിങ്ങളെല്ലാവരും എന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കളിപ്പാവിയായിട്ടാണ് കരുതുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വെറും ഒരു മണ്ടനാ. എന്നെ ആർക്കും ഒരു ബഹുമാനവുമില്ല. സ്വപ്നയെ എന്നെ പറ്റിക്കണമെങ്കിൽ പോട്ടെ, അവളെന്റെ ചോരയല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യോ? സഞ്ജു മോനെ, സഞ്ജു സഞ്ജു ആ മുകുന്ദനെ കൊണ്ടുള്ള ശല്യം തുടങ്ങിയിട്ടേ കുറെ കാലമായി. നമ്മുടെ ഹോട്ടൽ പൂട്ടിക്കാൻ അവനൊന്ന് ശ്രമിച്ചതാ. അന്ന് ഞാൻ അവനെ കൈകാര്യം ചെയ്തതിന് ഇനി എന്നെ തല്ലിയത് ഓർമ്മയില്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല. ഈ നാട്ടിൽ നമുക്ക് പാരയായിട്ട് വരുന്നവരെല്ലാം ഗിരിയുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആണ്. ബാക്കിയുള്ളവരെ പോലെയല്ലേ ഇവൻ. ഇവൻ പറഞ്ഞ ഗിരി കേൾക്കും. അത് നമുക്കൊരപകടമാണ്. കണ്ടാൽ ജോക്കറെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. മുകുന്ദൻ അത്ര പെട്ടെന്ന് പേടിക്കുന്ന ആളൊന്നുമല്ല. അവന്റെ നെറ്റിയിൽ തോക്ക് വെച്ച് നിന്നപ്പോഴും അവനൊന്ന് പതറ് പോലും ചെയ്തില്ല. അതാ ഇന്ന് തന്നെ അവനൊന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞേ. അല്ല, ആ തല്ലാൻ പോയവന്റെ പേരെന്താ? ഭീമൻ. ആ, അവനെയല്ലേ പണ്ട് മയക്കുമരുന്ന് കേസിൽ ഗിരി ജയിലിലാക്കിയത്. അവന് ഗിരിയോട് ഒരു ശത്രുത ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ ഓടിയെത്തും. അവനെ കൊണ്ട് ഇത് വല്ലതും നടക്കുവോ? അവൻ ഇതിനു മുമ്പ് മൂന്നനെ തല്ലിയിട്ടുണ്ട്. അന്ന് ജീവനും കൊണ്ടാ മൂന്നനെ ഓടിയത്. എന്നാ ഓക്കെ. എന്നെ എതിർത്താ എന്താ സംഭവിക്കാന്ന് അവന് നന്നായിട്ടൊന്ന് മനസ്സിലാവട്ടെ. കയ്യും കാലും കൂടിഞ്ഞ് 1-2 മാസം ആശുപത്രി കിടക്കുമ്പോ താനെ പഠിച്ചോളൂ.